അല്ല മൂസേജി ഇപ്പൊ കൊടുക്ക. ഞാൻ ഇവിടെ അങ്ങാടി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അങ്ങാണ്ട് ഇറങ്ങിയതാണ്. അല്ല ഇപ്പൊ എന്റെ മൂലക്കുരു ഇപ്പൊ എന്തായി? എന്റെ മൂലക്കുരുന്റെ അസുഖമൊക്കെ മാറി. നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഡോക്ടർ ഗൗതം ശങ്കർ, അയാളടുത്ത് പോയപ്പോ ഒക്കെ ക്ലിയറായി. ഇപ്പൊ ആ രോഗമൊക്കെ മാറി. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്റെ അസുഖം മാറിയില്ലേ? ഞാൻ ഡോക്ടറെ കണ്ടു, നന്നായി. അല്ല അതിന്റെ അസുഖി പെണ്ണ് കണ്ടാ? എനിക്ക് പെണ്ണൊന്നും ശരിയായിട്ടില്ല. ഈ മൂലക്കുരുന്റെ അസുഖം ആയതുകൊണ്ട് പെണ്ണ് ആരും തരുന്നില്ല. നിങ്ങൾ വരെ എനിക്ക് പെണ്ണ് തരാതായി. ഏതായാലും എന്റെ രോഗം മാറി കിട്ടി. ഞാനിപ്പോ പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. 37ാമത്തെ പെണ്ണാ. എനിക്കാണെങ്കിലോ കാടന്നായിന്റെ വയസ്സുമായി. അല്ല നിങ്ങളെ മോളെ കാര്യം എന്തായി? എന്റെ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞടാ. ഒരു ഗൾഫുകാരനാണ്, കുഴപ്പമൊന്നുമില്ല. എന്റെ കാര്യം അതായത് നടക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നാ ഞാൻ പോട്ടെട്ടാ. ശരി. മൂസേ അവിടെ പടച്ചോനെ, ഈ കാക്കാനിപ്പൊ കണ്ടത് ഇന്നത്തെ കാര്യം ഒന്നും നടക്കൂല. എല്ലാം നായി നക്കി. അല്ല കാക്ക എന്തിയാ? അതിന്റെ മൂസേ എന്താപ്പത്? നല്ല കുപ്പായും പാൻറ്റൊക്കെ ഇട്ട് കുട്ടപ്പന അയക്കണല്ലേ ജി. എവിടുക്കപ്പ പോണ്? ഞാനിപ്പോ അർജന്റായിട്ട് വേറെ വഴിക്ക് ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്തിയാ? പൊന്നാരന്റെ മൂസ് എന്നാലും ജി നമ്മളോട് പറയാതെ പോവാ. എന്താ കാര്യം എന്നുള്ളത് ഇന്നോട് പറയണ്ടേ? അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റൂല. എന്നാലും അത് ഇങ്ങോട്ട് പറയാൻ പറ്റിയ വിഷയല്ല കാക്ക. പാറിന്റെ മൂസ ഇത് എന്താ ആളാ? ഞാൻ പറയൂല, ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും. എന്നാലും പറയടാ മൂസ, എന്താ മൂസ ഇത് കാര്യങ്ങൾ പറയും. അതല്ല ഇതിന്റെ ഒരു ഇത്. എന്റെ 37ാമത്തെ പെണ്ണ് കാണലാണ്. അവിടുത്തെ അഡ്രസ്സും കണ്ടുപിടിച്ചാണ്ട് നിങ്ങൾക്ക് എന്റെ കല്യാണക്കാരൻ മുടക്കാനല്ലേ? അവിടെ വലിയ പുഴയാണ്. ആ പുഴ നീന്തൊന്നും നിങ്ങൾക്ക് കല്യാണം മുടക്കാൻ പറ്റൂല. നിങ്ങളൊന്ന് പോയിക്കാനും കാക്ക. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ശരി എന്നാല് ഏതായാലും ആ കുട്ടിക്ക് ഇതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. ഇനി നമ്മൾ മുടക്കാനും ഇല്ല, ഒരു മണ്ണാൻ കട്ടക്കൂല്ല. എന്നിട്ട് നമ്മളെ പറയാന് അല്ല ഇവനെ ആ പോയത്തെ നീന്തി വരികയാണ്. പൊന്നാണാ പോയിക്കാണ്ട്. മൂസേ ഒന്നോടെ നിന്നാ എന്താപ്പത് കോലം? പൊന്നാരന്റെ കാക്ക, ഞാൻ പോയ നീന്തൊന്നും വരില്ല. ഞാൻ പെണ്ണ് കാണാൻ പോയോർത്തുനിന്ന് പെണ്ണാണെന്ന് വിചാരിച്ചുകൊണ്ട് പെണ്ണിന്റെ അമ്മാനോട് എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ നിങ്ങളെ നാവുണ്ടല്ലോ അന്നത്തെ പുള്ളി, അതൊന്നും നിങ്ങളൊന്ന് മാറ്റിക്കാളി. എന്നാലും എന്റെ ലക്ഷണക്കടക്കൊന്ന് മാറുള്ളൂ. ഓ എന്താപ്പത് ഈന്തുങ്കായ് കാഴ്ച മാതിരി ഈ തെങ്ങുമല്.